ആപത്ത് ഏത് രൂപത്തിലാ വരിക? വരുണിനെയും ചെറുമയും വീട്ടിൽ അടച്ചിട്ടിരിക്കുക. അവരില്ലാതെ എന്ത് ആപത്താ ദേവേട്ടന് വരാനുള്ളത്? നാട്ടിലെത്തിക്കഴിഞ്ഞ കുഞ്ഞുവാവ എന്നോട് എന്തെങ്കിലും പറയാതിരിക്കില്ല. ഈശ്വര, ദേവേട്ടനെ കാത്തോളണേ. എന്ത് പറ്റി മോനെ? ഒന്നുമില്ല അമ്മേ. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. എല്ലാം തമ്പുരാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ എന്ത് പറയാനാ തമ്പുരാൻ? അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? എന്ത് പറ്റി ദേവ? നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ മോനെ? എന്താണെന്ന് അറിയില്ല അമ്മേ, ചെറിയൊരു തലകറക്കം പോലെ. വൈദേഹിയും കൊണ്ടുള്ള ഓട്ടവും പിന്നെ ഇങ്ങോട്ടുള്ള യാത്രയും റെസ്റ്റ് ഇല്ലല്ലോ മോനെ, അതുകൊണ്ട് തോന്നുന്നതായിരിക്കും. നീ കുറച്ചു നേരം ചെന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി ഡ്രൈവ് ചെയ്ത് അങ്ങ് വരെ എത്താനുള്ളതല്ലേ. ശരി അമ്മേ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ഇനി അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അജയേട്ടനോട് തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തന്നെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അജയേട്ടന് അറിയാം. ഞാനിത് പിന്നെ കേട്ടോളാം. അജയേട്ടാ, പോട്ടെ. വസുമതി, എന്നെ ആ മാന്തോട്ടത്തിന്റെ അകത്തേക്കൊന്ന് കൊണ്ടുപോകോ? ശരി തമ്പുരാ, വാ തമ്പുരാ. സൂക്ഷിച്ച് വരും. തമ്പുരാൻ എന്താ പറ്റിയത്? ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം പോലെ. ഇന്നെല്ലാം തീരുമാനമാക്കുന്നുണ്ട്. തമ്പുരാ, അവിടെ ഒരു കട്ടിലുണ്ട്. കിടന്നോളൂ. സൂക്ഷിച്ചു തമ്പുരാ. തമ്പുരാൻ കിടക്ക്, ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാം. ഇടത് കണ്ണ് തുടിക്കുന്നുണ്ടല്ലോ, അതൊരു നല്ല നിമിത്തമല്ല. അവിടെ എന്താണാവോ നടക്കുന്നത്? വസുമതി, തമ്പുരാ, 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 വേണ്ട തമ്പുരാ. തമ്പുരാൻ എന്തേ ചെയ്യുന്നത്? വേണ്ട തമ്പുരാ, വേണ്ട തമ്പുരാ, വേണ്ട തമ്പുരാ, ഒന്നും ചെയ്യല്ലേ പ്ലീസ്. വേണ്ട തമ്പുരാ, തമ്പുരാ പ്ലീസ്. തമ്പുരാ, ഞാൻ ഈ മാന്തോപ്പിലേക്ക് വന്നത് നിന്നോടുള്ള മോഹം തീർക്കാൻ വേണ്ടിയാ. തമ്പുരാനെ, തമ്പുരാനെ, വീട്ടിലാവുമ്പോ എല്ലാരും ഉണ്ടാവില്ലേ? തമ്പുരാനെ, വേണ്ട, ഇവിടെയാകുമ്പോ എന്നൊന്നും ചെയ്യല്ലേ പ്ലീസ്. വേണ്ട തമ്പുരാ, ശല്യപ്പെടുത്തില്ല. തമ്പുരാ, ഒരുപാട് കാലമായിട്ടുള്ള കൊതിയാ. എന്നൊന്നും ചെയ്യല്ലേ വസുമതി. തമ്പുരാ, തമ്പുരാ, തമ്പുരാ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. തമ്പുരാ, എന്നെ വിട്. കഷ്ടം, ബോധം കെട്ടി കിടക്കുക. നിന്റെ പേരില് ഞാൻ ഈ സുഖം അനുഭവിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് നീയാടാ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നേ.
വസുമതി, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ലടി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയില്ലേ? ഇനിയും എന്ത് പ്രശ്നം ഉണ്ടായാലും രാജകുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദേവേട്ടാ, ദേവേട്ടാ. വൈദേഹി, വൈദേഹി, എന്ത് വൈദേഹി? എന്ത് പറ്റി വൈദേഹി? എന്താ വൈദേഹി? എന്താ എന്താ പറ്റി വൈദേഹി? എന്താ ഉണ്ടായത്? അമ്മ ദേവേട്ടൻ എവിടെ? ദേവേട്ടൻ എവിടെയെന്ന് പറ. എന്താന്ന് പറ. മോനെ വൈദേഹി, വയ്യാതിരിക്കുന്ന സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഡോക്ടർ നിന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞേ? എനിക്കൊരു കുഴപ്പമില്ല. പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ദേവേട്ടനാ. മോനെ വൈദേഹി, വൈദേഹി, നീ എന്താ ഈ കാണിക്കുന്ന വൈദേഹി? നിനക്ക് എന്താ വൈദേഹി വേണ്ടേ? എനിക്ക് ഉടനെ ദേവേട്ടനെ കാണണം. ദേവേട്ടൻ എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുക. എത്ര പെട്ടെന്ന് ദേവേട്ടന്റെ അടുത്ത് എത്തണം. ദേവേട്ടാ, വൈദേഹി, ദേവേട്ടാ, വൈദേഹി, ചെന്ന് നോക്കൂ. ദേവേട്ടാ, വൈദേഹി, ദേവേട്ടാ, 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 ദേവാ, വൈദേഹി, വൈദേഹി, എടുത്തി ഈ വഴി നോക്കാം. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ദേവാ. അവിടെ ചെന്ന കാഴ്ച കണ്ട നിനക്ക് സഹിക്കാൻ പറ്റുമോ വൈദേഹി? എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോ പലതും സംഭവിക്കും. നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? പോയി എന്തോ നോക്ക്. ചെല്ല്. ദേവേട്ടാ, ദേവേട്ടാ, എവിടെയാ ദേവേട്ടാ? ദേവേട്ടാ, 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 ദേവാ, ദേവാ, ദേവേട്ടാ, 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 ദേവാ, ദേവാ, ദേവാ. അമ്മേ, 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 മോളെ വൈദേഹി, എന്ത് പറ്റി മോളെ? അമ്മേ, ദേവേട്ടന്റെ റൂമിൽ എങ്ങും കാണുന്നില്ല. അമ്മേ, ദേവന് ഞാൻ നോക്കിയിട്ടും കാണുന്നില്ല. ഭഗവാനെ, ദേവേട്ടാ, ദേവാ, വിനയ നീ കണ്ടായിരുന്നോ? ഇല്ല ചേട്ടാ. എന്നാ നീ കുറച്ചുകൂടെ അകത്തോട്ട് പോയി നോക്കി. നമുക്കൂടെ പോയി നോക്കാം. വന്നേ, എല്ലാരും വന്നേ. ദേവേട്ടാ, ദേവൻ ഇപ്പൊ ഗസ്റ്റ് ഹൗസിൽ ഇല്ല വല്യമ്മേ. ആ മാന്തോപ്പില് വസുമതിയുടെ അടുത്ത് കിടപ്പുണ്ട്. ചെന്ന് കാണ് ആ ഹൃദയം തകരുന്ന കാഴ്ച. ദേവേട്ടാ, 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 ദേവാ, ദേവേട്ടാ, ദേവാ, ദേവേട്ടാ, എന്ത് പറ്റി മോളെ? എന്ത് പറ്റി മോളെ നിനക്ക്? ദേവാ, ദേവാ, എന്ത് പറ്റി ദേവേട്ടാ? ദേവാ, ദേവാ. ഒന്ന് കണ്ണു തുറന്നേ. ദേവാ, ദേവേട്ടാ, എന്താ ദേവേട്ടാ സംഭവിച്ചേ? എന്താ മോളെ? മോളെന്തിനാ കരയുന്നേ? എന്താ പറ്റിയ മോളെ? മോളെ എന്താ പറ്റിയെന്ന് പറ മോളെ. എന്താ മോളെ? എന്ത് പറ്റി മോളെ? എന്റെ പൊന്നുമോക്ക് എന്താ പറ്റിയേ? മുത്തച്ഛനോട് പറ മോളെ. ദൈവം തമ്പുരാൻ എന്റെ ജീവിതം നശിപ്പിച്ചു വച്ച. അയ്യോ, എന്റെ പൊന്നുമോളെ. എന്ത് ഭ്രാന്താ നീ പറയുന്നേ? എന്റെ ദേവേട്ടനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. എനിക്കല്ല ഭ്രാന്ത്, നിന്റെ ഭർത്താവിനാ.
ഇതാണോ രാജകുടുംബത്തിന്റെ അന്തസ്? വലിയ വീട്ടിലെ ആൾക്കാരല്ലേ എന്ന് കരുതി ഇതാണോ നിങ്ങളുടെ സംസ്കാരം? അയ്യോ, ഇങ്ങനെയാണോ നിങ്ങൾ നാട് ഭരിക്കുന്നത്? ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ അയ്യോ, ഞങ്ങളോട് എന്ത് വലിയ ചതിയായി കാണിച്ചേ. എനിക്കിതിന് ന്യായം കിട്ടിയേ തീരൂ. എനിക്കിതിനൊരു തീരുമാനം വേണം ഭഗവാനേ. അയ്യോ, എന്റെ പൊന്നു മോളെ, മോളെ. വരണേ, ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാ നീ വിജയിച്ചിരിക്കുന്നത്. സുഖം നിനക്കും, പേരുദോഷം ആ ദേവനും കിട്ടി. എടാ വരണേ, പോയ കാര്യം എന്താ എടാ? തമ്പുരാനെന്ന് വിളിച്ച പ്രജകള് ചെകുത്താനെന്ന് അവനെ വിളിക്കാൻ പോകുന്നതേയുള്ളൂ. നടക്കാൻ പോകുന്ന പൂരം കാണാൻ നേരം വെളുക്കുന്നവരെ കാത്തിരിക്കണം. ദേവനെ തൂക്കുകയറാണോ കിട്ടുക, അതോ എന്റെ കൈകൊണ്ട് നശിപ്പിക്കപ്പെട്ടവളുടെ കഴുത്തിൽ താലിച്ചരടാണോന്നറിയാം. ഈ രണ്ടിൽ ഏത് നടന്നാലും നമ്മൾ ആഗ്രഹിച്ചത് നടക്കും അമ്മേ. പിന്നെ ഈ വീടും നമ്മുടെ അധീനതയിലാവും. അവനവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നാ അവനോ അവന്റെ കുടുംബത്തിലെ ആൾക്കാർക്കോ രാജപദവി സ്വീകരിക്കാനാവില്ല. എങ്ങനെ നോക്കിയാലും ഈ രാജ്യവും രാജ്യപദവിയൊക്കെ എന്റേതാണ്. അടിപൊളി മോനെ, എത്ര കാലത്തെ സ്വപ്നാണെന്ന് അറിയാമോ? ഇന്ന് അത് ശരിക്കും നിറവേറിയത്. അവരുടെ പരാജയം നേരിട്ട് കണ്ടാലേ എനിക്ക് സന്തോഷാവൂ. ഒന്ന് നേരം വെളുത്തോട്ടെ അമ്മേ. അവന്റെ മരണമാണോ കല്യാണമാണോ എന്നറിയാൻ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഏതായാലും നമുക്കൊക്കെ ശരി വരണേ, സൂര്യോദയം വരെ നമുക്ക് കാത്തിരിക്കാം. ശരി, നീ ആദ്യം കഴിക്ക. ഇത്രയും നാള് നമ്മള് വന്ന് തോളിലേറ്റിയാ നടന്നിരുന്നേ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു നമ്മളോട്. ഇപ്പതേ ഇവിടെ നനങ്ങാൻ സമ്മതിക്കാതെ അവര് കാവല് നിൽക്കുക. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല അമ്മേ. ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞിട്ടായിരിക്കും ദാസേട്ടനെ ദൈവം നേരത്തെ വിളിച്ചത്. ഇതൊന്നും കാണാനുള്ള ശക്തി എന്റെ ദാസേട്ടനുണ്ടാവില്ല. ദൈവം തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കാനാവുന്നില്ല. പക്ഷെ അവിടുത്തെ അവസ്ഥ കാണുമ്പോ ഒന്നും വിശ്വസിക്കാതിരിക്കാനാവുന്നില്ലല്ലോ അമ്മേ.
എന്തിനാ ദേവൻ ഇതൊക്കെ ചെയ്ത്? എങ്ങനെ തോന്നി അവൻ ഇതൊക്കെ ചെയ്യാൻ? അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കാണുന്നുള്ളൊരു സംശയം എന്റെ അമ്മയുടെ മനസ്സിലുണ്ടല്ലേ. എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ അമ്മയ്ക്കും കഴിയുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ എന്റെ പ്രജകളുടെ മുമ്പിൽ ഒരു കുറ്റവാളിയായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്തുകൊണ്ടാണ്? ദേവേട്ടാ, എല്ലാവർക്കും എന്നിലുണ്ടായിരുന്ന വിശ്വാസം ഇപ്പൊ നശിച്ചിരിക്കുക. എന്റെ കുടുംബവും എന്നെ പ്രസവിച്ച എന്റെ അമ്മയും ഒപ്പം എന്റെ പ്രജകളും എല്ലാരും എന്നെ അവിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണെന്ന് കേട്ടപ്പോ തന്നെ എന്റെ പകുതി ജീവൻ പോയി വൈദേഹി. ഇനി നീ എന്തിനാ എനിക്ക് വേണ്ടി കരയുന്നേ? അങ്ങനെയൊന്നും പറയില്ലേ ദേവേട്ടാ. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ദേവേട്ടനെ വിശ്വാസം. കണ്ണുകൊണ്ട് കണ്ടതെല്ലാം സത്യമാവണമെന്നില്ല. സത്യം മറ്റെന്തൊക്കെയാണ് ദേവേട്ട. അത് ഏതെങ്കിലും ഒരു സമയത്ത് പുറത്തു വരിക തന്നെ ചെയ്യും. ആപത്ത് വരുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ടെന്ന് നീ എന്നോട് പറഞ്ഞതാ. നമ്മുടെ കുഞ്ഞാവ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും ഞാനതനുസരിക്കാതെ നമ്മുടെ ജനങ്ങളല്ലേ, ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അവരെല്ലാം കൂടെ എന്നെ രക്ഷിച്ചോളൂ എന്ന് വിചാരിച്ചു. നിന്റെ പേടിയെ ഞാൻ കാര്യമാക്കിയില്ല വൈദേഹി. പക്ഷെ നീ പേടിച്ചതുപോലെ തന്നെ നടന്നു. കഷ്ടകാല സമയം വരുമ്പോ എല്ലാം ഒന്നിച്ചു വരെയും സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ ഒരു പാപിയായിട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യുക. ദേവേട്ടൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ ശ്രമിച്ചു നോക്കിയിരുന്നു. എന്നിട്ടും എനിക്ക് ദേവേട്ടനെ പിടിച്ചു നിർത്താനായില്ല. കാശില്ലാണ്ടായ ദേവേട്ടൻ ഇങ്ങോട്ട് വരില്ല എന്ന് കരുതി വരുണ സുഹാസിനി ചെറിയമ്മയും കൂടി ആ പണം മോഷ്ടിക്കാൻ വേണ്ടി ഞാനാണ് അവസരം ഒരുക്കി കൊടുത്തത്. ആ പണം എവിടെയായിരുന്നു എന്നറിഞ്ഞിട്ട് ഞാൻ പറയാതിരുന്നതാ. ഒടുവില് ഈ മുറിവ് പോലെ അതിന്റെ ഭാഗം. എനിക്ക് സുഖമില്ലെന്ന് അറിയുമ്പോ ദേവേട്ടൻ എവിടെയും പോവാതെ എന്റെ കൂടെ ഇരിക്കുന്നു കരുതി ഞാനായിട്ടുണ്ടാക്കിയ മുറിവായിരുന്നു ഇത്. ഞാനന്ന് കുറച്ചുകൂടി ആഴത്തിൽ മുറിവേൽപ്പിക്കേണ്ടതായിരുന്നു. ജീവൻ പോകുന്ന അവസ്ഥയാണെങ്കിൽ ദേവേട്ടൻ ഇങ്ങോട്ട് ഒരിക്കലും വരില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പാപിയായി തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. എന്നെ തടയാനായിട്ട് നീ ഇത്രയൊക്കെ ചെയ്തെന്നോ? വേറെ മാർഗമില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ സ്വപ്നത്തിൽ കണ്ടതാ. എന്റെ ദുസ്വപ്നം സത്യമാവുന്നു. അമ്പലത്തിൽ പൂജാരി എന്നോട് നേരത്തെ പറഞ്ഞതാ. ദേവേട്ടൻ അറിയരുതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്ന്. ആരും അറിയാതെ ഞാൻ വ്രതം എടുത്തതും അതിന്. എന്നിട്ടും എവിടെയാണ് എനിക്ക് പിഴച്ചതെന്ന് അറിയില്ല. ദേവേട്ടന്റെ ഈ ഒരു അവസ്ഥ എന്നെ കൊണ്ട് തടയാൻ കഴിഞ്ഞില്ല. ദേവേട്ട, എന്നോട് ക്ഷമിക്ക. നിന്റെ പരിശ്രമങ്ങളെല്ലാം ഒരു പിഴവുമില്ലാത്തതായിരുന്നു വൈദേഹി. അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. നമ്മുടെ കുഞ്ഞാവ പറഞ്ഞതെല്ലാം അതുപോലെ നടന്നിട്ടുണ്ട്. അഭേദം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ആത്മധൈര്യം. നീ പേടിക്കുന്നതിൽ യാതൊരു കാര്യമില്ലെന്ന് വെറുതെ വിചാരിച്ചു. ഒടുവിൽ നീ അറിഞ്ഞ എന്നെ വിടില്ല എന്ന് കരുതി നീ മരുന്ന് കഴിച്ചുറങ്ങുന്ന സമയത്ത് നിന്നോട് പറയാതെ ഞാൻ ഇറങ്ങാൻ ചെയ്തു. ഇവിടെ തെറ്റുപറ്റിയത് എനിക്കാ. എന്റെ അനാസ്ഥ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. നിനക്കെന്താ തോന്നുന്നേ വൈദേഹി? എല്ലാവരുടെ മനസ്സിലും ദേവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള സംശയം മാത്രമാണുള്ളത്. അല്ലാതെ ദേവൻ തെറ്റ് ചെയ്യില്ല എന്നൊന്നും ഉറപ്പിച്ചു പറയാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. അവരെ കുറ്റം പറയാനും കഴിയില്ല. അവരെ കൺമുമ്പിൽ കണ്ടതെല്ലാം വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോ നിനക്കെന്താ തോന്നുന്നേ? നിന്റെ ദേവേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നീയും കരുതുന്നുണ്ടോ വൈദേഹി? ഇല്ല ദേവേട്ട. അമ്പലത്തിലെ വിഗ്രഹത്തിന് ചെറിയ എന്തെങ്കിലും പോറല് വീഴും.